തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ വാങ്ങിപ്പോയ വിശ്വാസികളെയും അനുസ്മരിക്കുന്ന ആഴ്ചയാണല്ലോ ഇന്ന്. ജീവിതത്തെക്കുറിച്ചാണോ മരണത്തെക്കുറിച്ചാണോ ചിന്തിക്കേണ്ടത് എന്ന ഒരു ആശയക്കുഴപ്പം മനസ്സിൽ നിറഞ്ഞു വരുന്നു. കാരണം ജീവിതമില്ലാതെ മരണമില്ലല്ലോ. പൂർണ്ണമായി വളർച്ചയെത്തും മുൻപേ അഥവാ പൂർണ്ണമായി ജീവിക്കുന്നതിന് മുമ്പേ മരിച്ചു പോകുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണെന്ന് പ്രസിദ്ധ നോവലിസ്റ്റ് സുഭാഷ് ചന്ദ്രൻ മനുഷ്യരു ആമുഖം എന്ന തൻ്റെ കൃതിയിൽ പറഞ്ഞിരിക്കുന്നു. പൂർണ്ണമായി ജീവിച്ചു എന്ന സംതൃപ്തിയാണ് ഒരു നല്ല മരണം ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉണ്ടാകേണ്ടത്. പൂർണ്ണമായി ജീവിക്കാതെയുള്ള മരണത്തെയാണ് അകാല മരണം എന്ന് വിളിക്കേണ്ടത്. ആകയാൽ ഓരോ നിമിഷവും സംതൃപ്തമായി ജീവിക്കുവാൻ ശ്രമിക്കുക എന്നതാണ് ജീവിതം ഓരോ മനുഷ്യനും നൽകുന്ന ഉപദേശം. ഒരിക്കൽ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ മരണത്തിന്റെ നിറത്തെക്കുറിച്ച് ചിന്തിച്ചു. ആ ചിന്ത പിന്നീട് ചെന്നെത്തിയ തലങ്ങൾ അല്പം രസകരമായി തോന്നിയതിനാൽ ഇവിടെ പങ്കുവയ്ക്കുന്നു. മരണത്തിന് സാധാരണ നാം കറുപ്പ് നിറമാണല്ലോ നൽകാറുള്ളത്. കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നു, കറുത്ത കൊടി ഉയർത്തുന്നു, ശവപ്പെട്ടിയിൽ കറുത്ത തുണിയും കുരിശും ആലേഖനം ചെയ്യുന്നു. ചുരുക്കത്തിൽ ഒരു ദുഃഖത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ നാം കറുപ്പിനെ കൂട്ടുപിടിക്കുന്നു. എന്നാൽ കറുപ്പ് ദുഃഖത്തിന്റെ നിറമാണോ? കോടതിയിൽ ജഡ്ജിമാർ വിധി പ്രഖ്യാപിക്കുന്നത് കറുത്ത ഗൗൺ ധരിച്ചുകൊണ്ടാണ്. വക്കീലന്മാർ ന്യായാന്യായങ്ങൾ തലനാരിഴ കീറി വാദിക്കുന്നത് കറുത്ത കോട്ട ഇട്ടുകൊണ്ടാണ്. സഭയിൽ പുരോഹിതന്മാർ ഔദ്യോഗിക ശുശ്രൂഷകൾ നിർവഹിക്കുന്നത് കറുത്ത കുപ്പായം ധരിച്ചുകൊണ്ടാണ്. അവിടെയൊന്നും കറുപ്പ് ദുഃഖത്തിന്റെ നിറമല്ല, അവിടെ കറുപ്പ് നീതിയുടെ നിറമാണ്. നീതി അതർഹിക്കുന്നവർക്ക് കൃത്യമായി ലഭിച്ചിരിക്കും എന്ന ഉറപ്പ് നൽകുവാനായിട്ടാണ് ജഡ്ജിമാരും വക്കീലന്മാരും കറുത്ത ഗൗൺ ധരിക്കുന്നത്. നീതിമാനായ ദൈവത്തിന്റെ നീതിയെ ജനത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനായിട്ടാണ് വൈദികർ കറുത്ത കുപ്പായം ധരിക്കുന്നത്. ആകയാൽ മരണത്തിൽ കറുപ്പ് ഉപയോഗിക്കുന്നത് നീതിമാനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ പ്രവൃത്തികളുടെയും അന്യായ പ്രവൃത്തികളുടെയും വിധി സ്വീകരിക്കുവാനായി പോകുന്നു എന്ന് സൂചിപ്പിക്കുവാനായിട്ടാണ്. പോകുന്നേൻ നൽകാൻ എൻ്റെ കണക്കെല്ലാം സർവ്വരഹസ്യ വിധീശൻ താൻ തിരുസന്നിധിയിൽ എന്ന ആ സമയത്ത് പാടിക്കൊണ്ടാണല്ലോ നാം പോകുന്നത്. സൂര്യൻ ഒരു ദിവസത്തെ തന്റെ പ്രയാണം പൂർത്തിയാക്കി പടിഞ്ഞാറ് അസ്തമിക്കുവാൻ ചെല്ലുമ്പോൾ കടുത്ത ചുവപ്പ് നിറം കൊണ്ട് പടിഞ്ഞാറെ ചക്രവാളം നിറയുന്നു. മരണത്തിന് ഒരു ചുവപ്പ് നിറമുണ്ടോ എന്ന ചിന്ത അപ്പോൾ മനസ്സിൽ കടന്നു വന്നു. വളരെയേറെ കവിഭാവനകൾ നിറഞ്ഞാടിയ ഒരു പ്രതീകമാണല്ലോ സന്ധ്യാസമയത്തെ ചുവന്ന ചക്രവാളം. സൂര്യൻ ഉദിക്കുന്നില്ല, കറങ്ങുന്നില്ല, അസ്തമിക്കുന്നില്ല എന്നതെല്ലാം ശാസ്ത്ര സത്യമാണെങ്കിലും നമ്മുടെ കൺമുൻപിലെ ഒരു യാഥാർത്ഥ്യമാണല്ലോ സൂര്യന്റെ സംക്രമണം. അതിരാവിലെ എഴുന്നേറ്റ് കോടാനുകൂടി ജീവജാലങ്ങൾക്ക് ആവശ്യമായ ചൂടും വെളിച്ചവും പ്രകൃതിയുടെ നിലനിൽപ്പിന് ആവശ്യമായ ഊർജവും ശക്തിയും അവയ്ക്കെല്ലാം നൽകി ചുട്ടുപൊള്ളുന്ന വെയിൽ സഹിച്ച് സന്ധ്യയിൽ അതിൻ്റെ അസ്തമന സമയത്ത് പ്രകൃതി ഒരു ചുവന്ന പരവതാനിയിട്ട സ്വീകരണം സൂര്യന് നൽകുന്നു എന്നത് കവിഭാവനയാണെങ്കിലും അല്പം ആഴമായ അർത്ഥം അതിന് നൽകിയേ മതിയാവൂ. ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കുവാനായി അഗ്നിക്കനലിലൂടെ നടന്നു നീങ്ങി ഒന്നിനും മുൻപിൽ മുട്ടുകുത്താതെ എല്ലാം സ്വയം സഹിച്ച് അനേകരുടെ ജീവിതത്തിന് വെളിച്ചവും ഊർജവും പകർന്നു നൽകി ഉത്തമ സാക്ഷ്യത്തോടുകൂടെ മടങ്ങുന്ന അനേകർ ഈ ലോകത്തിലുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ മരണത്തിൽ സ്വർഗത്തിൽ ഒരു ചുവന്ന പരവതാനി സ്വീകരണം, ഒരു റെഡ് കാർപ്പറ്റ് വെൽക്കം തീർച്ചയായും ഉണ്ടാകും എന്നതിൻ്റെ സൂചനയാണിത്. അതുകൊണ്ട് മരണത്തിൻ്റെ ചുവന്ന നിറത്തോടാണ് കൂടുതൽ പലർക്കും താല്പര്യം. നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിര കിരീടം എനിക്കായി കരുതി വച്ചിരിക്കുന്നുവെന്ന അപ്പോസ്തലന്റെ വാക്കുകളാണ് ഓരോ ദിവസവും സന്ധ്യയിൽ സൂര്യൻ സംസാരിക്കാതെ നമ്മോട് പറഞ്ഞുകൊണ്ട് അസ്തമിക്കുന്നത്. മൂന്നാമത്, കൊഴിഞ്ഞു വീഴുന്ന പഴുത്ത ഇലകളിൽ വീണ്ടും നാം ഒരു മരണത്തിൻ്റെ നിറം കാണുന്നുണ്ട്. അത് മഞ്ഞ നിറമാണ്. ഒരു മരത്തിനോ ചെടിക്കോ ആവശ്യമായ ഭക്ഷണവും ആവശ്യമായ അതിൻ്റെ എല്ലാ ഊർജവും പാകം ചെയ്ത് നൽകി വളർച്ചയുടെ പൂർണ്ണതയിൽ സ്വാഭാവിക വിടവാങ്ങൽ നടത്തുന്ന പ്രകൃതി നിയമത്തിൻ്റെ പ്രതീകമാണ് പഴുത്ത ഇലകൾ. മരണം ഒരു പ്രകൃതി നിയമമാണ്. നിയമം തെറ്റിക്കുന്നത് ശിക്ഷാർഹമാണ്. നിയമം തെറ്റിച്ചാർക്കും ഈ ലോകത്തിൽ തുടരാനാവില്ല. ഇന്ന് മരണത്തിൻ്റെ സ്വാഭാവികതയും അനിവാര്യതയുമാണ് ഈ മഞ്ഞ നിറം നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. നാലാമത്, മരിച്ച ശേഷമുള്ള പ്രേത ആത്മാക്കളെ ചിത്രീകരിക്കുമ്പോൾ സിനിമയിലും നാടകങ്ങളിലും എല്ലാം വെള്ള വസ്ത്രധാരികളായി അവരെ അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ മരണത്തിന് അങ്ങനെയും ഒരു നിറമുണ്ട് എന്ന് ഓർത്തു പോകുന്നു. ഇത് നീതിമാന്മാർക്കും വിശ്വസ്തന്മാർക്കുമൊക്കെ മരണാനന്തരം ലഭിക്കുന്ന ബഹുമതിയുടെ പ്രതീകമാണ്. ശുഭ്രവസ്ത്രം അവരുടെ ഈ ലോക ജീവിതത്തിലെ നന്മ പ്രവൃത്തികൾക്ക് ലഭിക്കുന്ന അവാർഡുകൾ കൊണ്ട് തുന്നിയെടുത്ത വിശുദ്ധിയുടെ വസ്ത്രമാണ്. വെളിപാട് പുസ്തകത്തിലാണ് അപ്രകാരം ഒരു ചിത്രം നാം വ്യക്തമായി കാണുന്നത്. ആർക്കും എണ്ണിക്കൂടാൻ സാധ്യമാകാത്ത ഒരു മഹാവലിയ പുരുഷാരം
വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. വെളിപാട് പുസ്തകം 7:9. ഇത് ഭർത്താവിനായി അലങ്കരിച്ച മണവാട്ടിയാണ് എന്ന് വെളിപാട് പുസ്തകം 21:2 നാം വായിക്കുന്നു. വിശുദ്ധന്മാരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടവരുടെ കൂട്ടത്തെയാണ് വെള്ള നിറം പ്രതിനിധീകരിക്കുന്നത്. മരിച്ചവരാരും തിരികെ വന്ന് മരണശേഷമുള്ള അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നതാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് പ്രധാന കാരണം. എന്നാൽ ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിലായിരിക്കും എന്നും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നും ഉള്ള നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നവർക്ക് മരണം ഒരു പ്രൊമോഷനോട് കൂടിയ ട്രാൻസ്ഫറാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെടുന്ന ഒരു ഉയർച്ചയുടെ അവസ്ഥ. അവിടെ അവരുടെ ആഹ്ലാദ ജീവിതം തുടരുകയാണ്. ആ വിശ്വാസമാണ് ജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതും മരിക്കുവാൻ നമ്മെ ഭയമില്ലാത്തവരാക്കി തീർക്കുന്നതും. ആ ഒരു നിലയിൽ ജീവിതം തുടരുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.